ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ സ്റ്റുഡിയോ പോയപ്പോഴത്തേനാണെങ്കിൽ കുറച്ച് മിനി ലിപ്സ്റ്റിക്കുകളും ഡ്രൈ ഷാമ്പൂ ഒക്കെ കണ്ടു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാം അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഡ്രൈ ഷാമ്പൂ കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ ഡ്രൈ ഷാമ്പൂ. അപ്പം ഓയിലി സ്കാൽപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എണ്ണ തേച്ചില്ലെങ്കിലും ഭയങ്കരമായിട്ട് എണ്ണ വരും. ഒരു ദിവസം ഹെയർ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ വരും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് കുളിക്കാൻ സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ മുടി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പോകാനുള്ള സമയം കിട്ടത്തില്ല. പക്ഷെ എൻ്റെ തലയിൽ മൊത്തം ഓയിലാണെങ്കിൽ നമുക്ക് പോകാൻ കോൺഫിഡൻസ് കാണത്തില്ലല്ലോ. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ ഇത്. ഇന്ന് ജസ്റ്റ് കുറച്ച് ദൂരത്ത് വെച്ച് ഹെയറിൽ അടിച്ചാ ഇപ്പം എൻ്റെ ഹെയറിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു പൗഡറി ഫോമാണ് നമ്മൾ അടിക്കുമ്പോൾ തലയിലോട്ട് ആവുന്നത്. കുറച്ച് നേരം നമ്മൾ തലയിൽ എണ്ണയൊക്കെ പിടിച്ചെടുക്കും. ആദ്യം ചെറിയൊരു വൈറ്റ് ഷവർ ഇത് കാണും കേട്ടോ. പിന്നെ കോമ്പ് വെച്ച് ചീവി കളഞ്ഞാൽ അതങ്ങ് മാറും. അത്യാവശ്യം നല്ല സാധനം. ഇത് 145 രൂപയായിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഡ്രൈ ഷാമ്പു വാങ്ങുന്ന സമയത്ത് ഞാൻ 600-700 രൂപ വെച്ചാണ് വാങ്ങിയത്. പക്ഷെ ഇത് 149 രൂപയ്ക്ക് കിടിലൻ സാധനമാണ്, അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം പോകുമ്പോൾ അത് ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം പോകുന്ന സമയത്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഷാമ്പു ഉപയോഗിക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അടുത്തത് ഒരു ഹെയർ ടൈസ് ആണ്. ഇത് 2 അല്ല 4 ആയിരുന്നു. 4 വരുന്നൊരു സെറ്റ് ആയിരുന്നു. 79 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് ഉടക്കാവുന്നതൊക്കെ മാറും. അതേപോലെ തന്നെ മുടി ഉടക്കായി ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, ഒരു കുരുക്ക് കയറത്തില്ല മണ്ണില്, അതൊന്നും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആവത്തില്ല കേട്ടോ. ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും. 79 രൂപയ്ക്ക് 4 വെച്ചാൽ ലാഭം തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, വലിഞ്ഞൊന്നും പോത്തില്ല, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ നോക്കിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, അത് ഞാൻ ഇനി കാണിച്ചിടാം. കണ്ടോ, ഇത് ചോക്കോ ബാർ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഇതിനകത്ത് 6 ഷെയ്ഡാണ് വരുന്നത്. ബ്രൗൺ ലിപ്സ്റ്റിക്കുകൾ അല്ലെങ്കിൽ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് ന്യൂഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ മതി. 200 രൂപയ്ക്ക് ഇത്രയും ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ലോങ് ലാസ്റ്റ് ചെയ്യത്തും ഇല്ല. അതേപോലെ തന്നെ ഭയങ്കര രീതിയിൽ ട്രാൻസ്ഫർ പ്രൂഫും അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും പിന്നെ വേറൊരു ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനകത്ത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഷെയ്ഡ് തന്നെ തറ വീണിട്ടുണ്ട്. ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടേക്കുന്ന ചുണ്ടിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഷെയ്ഡായിരുന്നത്. പിന്നെ ഉള്ളതൊക്കെ ന്യൂഡ് ഷെയ്ഡ്സ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ളത് ഇടാറില്ല. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് 2 ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടുള്ളായിരുന്നു. ന്യൂഡ് ഷെയ്ഡൊക്കെ ഭയങ്കര ലൈറ്റാണ്, എനിക്ക് ചേരില്ല. അപ്പൊ ഇത്ര വേണം. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുണ്ട് കേട്ടോ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കുറച്ച് ഗിവ് അവേ ചെയ്താലോ. ഗിവ് അവേ എന്ന് വെച്ചാൽ എനിക്ക് ഈ ക്യൂട്ട് സ്റ്റേഷനറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളൊരു പാണ്ട ലവർ അല്ലെങ്കിൽ ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കണം. ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റാ പേജ് ആഡ് ചെയ്തേക്കാം, അത് ഫോളോ ചെയ്തേക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പം ഗിവ് അവേന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട, ചെറിയൊരു ഗിവ് അവേ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ. അതുപോലെ എനിക്കിഷ്ടമാണ് ക്യൂട്ട് സ്റ്റേഷനറീസ്, പാണ്ടേനെ പോലെ ഇരിക്കുന്ന സ്റ്റേഷനറീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളൊരു പാണ്ട ലവർ ആ ക്യൂട്ട് സ്റ്റേഷനറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഗിവ് അവേന്റെ കാര്യമൊക്കെ പറയുന്നതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പേജിനെ കുറിച്ചും എങ്ങനെയാണ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ചും അതുപോലെ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.